മോയ്സ്ചറൈസറും ലിപ് ബാമും ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കറുക്കുയില് കണ്ണടിച്ചുള്ള പോലെ തുണിയുടെ ടവൽ എടുക്കരുത്, അതിവിടെ ഉപയോഗിക്കാനേ പാടില്ല. ഇപ്പോൾ പുള്ളിയാണ് ഞങ്ങളുടെ ഡോയ്ച്ച് ലെയർ, ഞങ്ങൾ പഠിപ്പിക്കുന്ന പുള്ളിയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ വെറുതെ ഇട്ടൊരു വീഡിയോ ആയിരുന്നു, പക്ഷെ അതിന് അത്യാവശ്യം വ്യൂസും പിന്നെ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. ഡെയിലി വ്ളോഗ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഡെയിലി വ്ളോഗ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സമയം ഉണ്ടാകത്തില്ല. വീഡിയോ എടുക്കുന്ന സമയം ഉണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഡെയിലി വ്ളോഗ് ഇടാത്തത്. ഡെയിലി വ്ളോഗ് ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാൻ, കിട്ടുന്ന സമയം വെച്ച് എഡിറ്റ് ചെയ്യാൻ ഒന്നും സമയം കിട്ടത്തില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് പിന്നെ അന്ന് എന്തെങ്കിലുമൊക്കെ മിക്ക ദിവസം ഞങ്ങൾ മേടിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് സമയത്തിൻ്റെ ചെറിയ പരിമിതിയുണ്ട്. പിന്നെ പഠിക്കണം, ഫുഡ് ഉണ്ടാക്കണം, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം കൂടെ കുറച്ച് പാടാണ് ശരിക്കും. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ അങ്ങനെ ഇടാത്തത്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഡെയിലി ഇടുന്ന വ്ളോഗാണല്ലോ ഡെയിലി വ്ളോഗ്. ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റാൻഡം ഡേ എങ്ങനെയുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടാമത്തെ ആഴ്ച ഇത്, അതായത് പഠിപ്പിച്ച് തുടങ്ങിയിട്ട് രണ്ടാമത്തെ ആഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ദിവസം 14-ാം തീയതി, ഒക്ടോബർ 14-ാം തീയതി. ഇതിനിപ്പോൾ എന്നാണ് ഈ വീഡിയോ വരുന്നതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഈ ഞായറാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് തന്നെ ഇടും. അത് ഡിപ്പെൻസ്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്നലെ ചെറിയൊരു പനി പിടിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ ചൂടുവെള്ളം കൊണ്ടാകുന്ന വെച്ചാൽ എന്തായാലും പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഇതേ തുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തുപ്പിയും പിന്നെ കഴുത്തേലിരുന്ന് മറ്റേ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ നോക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ മാക്സിമം എല്ലാം വരാതിരിക്കാനും വന്നാൽ എങ്ങനെ മാറ്റാമെന്ന് മാക്സിമം നോക്കുക. ഇന്നലെ ആവി പിടിച്ച എൻ്റെ ഇതൊക്കെ ഇരിപ്പുണ്ട്, മറ്റേ സ്റ്റീമർ, ഇതൊക്കെ വെച്ചാണ് കഴിഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം അസുഖമൊന്നും വരാതെ നോക്കുക. പിന്നെ മെഡിസിനൊക്കെ നാട്ടിൽ നിന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ബ്രെഡിനൊന്നും മധുരം ഉണ്ടാകത്തില്ല, ഇതിന് ഉപ്പാ. വേറെ മാർഗമില്ലല്ലോ, തിന്നുക. മധുരം ഉള്ളതുണ്ട്, പക്ഷേ ഇന്നലെ അൽദയിലായിരുന്നു പോയത്. അവിടെ ഞങ്ങൾ റെബേന്നാണോ ലിഡിൽ നിന്നാണോ മേടിച്ചതെന്ന് അറിയത്തില്ല. മധുരമുള്ള നല്ല ബ്രെഡ് ഉണ്ടായിരുന്നു, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു ഇവിടെ 7:33, പക്ഷേ പുറത്തോട്ടൊന്നും കാണത്തില്ല, കണ്ടോ, നേരം വെളുത്തിട്ടില്ല. ഇപ്പോൾ നേരം വെളുക്കാൻ കുറച്ച് താമസിക്കും, അതുപോലെ തന്നെ നേരത്തെ ഇരുട്ടുകയും ചെയ്യും. മുട്ട ഇല്ലില്ല, മുട്ട പാന്. പക്ഷേ ഇപ്പോൾ സമയം ഒരു 7:50 പക്ഷേ ഇവിടെ നേരം വെളുക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ഹെൽത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാവുള്ളൂ. ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ആരിലൊക്കെ ഉണ്ടാവും നമ്മളെ നോക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കണം. ദീപക്കേട്ടൻ അതിൻ്റെ കൂടെയുള്ള ആൾ, പുള്ളി അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, പുള്ളിക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന കാരണം എനിക്ക് ഇതുവരെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാൻ ആദ്യം വന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവർ കയറി നിൽക്കാമെന്ന് പറഞ്ഞു. അതിനും പുള്ളി വരും, അല്ലെങ്കിൽ രണ്ടുപേരും താമസിച്ചിറങ്ങിയ ട്രെയിനെങ്ങാനും പോയാലോ എന്ന് ഓർത്തിട്ടാണ്. എനിക്ക് വേണ്ടി തന്നെ എടുക്കണമെങ്കിൽ 9 യൂറോ അല്ല 7 യൂറോ 90 സെൻറ്റാണ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം എനിക്ക് എടുക്കണമെങ്കിൽ. അതാണ് ഭയങ്കര റേറ്റാണ് ടാഗസ് കാർട്ടേക്ക്. അതാണൊരു പ്രശ്നം. ഇന്നിനി പോയിട്ട് വേണം മറ്റേത് എടുക്കാൻ വേണ്ടിയിട്ട്. സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ്, അതായത് ഇപ്പോൾ നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സൂര്യൻ അവിടെ നിന്ന് വരുമ്പോൾ ഈ മേഘത്തിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളി അവിടെ വന്നിട്ടുണ്ട്. ഇനി ട്രെയിൻ വരാൻ വേണ്ടി നോക്കി നിൽക്കും. ഇപ്പോൾ സമയം 8:01. ട്രെയിൻ അങ്ങന്ന് വരുന്നുണ്ട്, കണ്ടു ഗൈസ്. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ 2 സാധനങ്ങളുണ്ട്. ഒരിക്കലും കൊണ്ടുവരാതിരിക്കരുത്. അങ്ങനെ വരുന്നതിന് മുമ്പ് വാങ്ങാതിരിക്കരുത്. അത് തന്നെ, അങ്ങനെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റും അതും ഒരു കാര്യം തന്നെയാണ്. മാക്സിമം 10-ാം തീയതിക്ക് മുന്നിൽ എടുക്കുക. എനിക്ക് 10-ാം തീയതിക്ക് മുന്നേ എടുക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. ഇപ്പോൾ എനിക്ക് ഈ മാസം എനിക്ക് ഇനി 14 ദിവസം കൂടെ, ഇന്നും കൂടെ ചേർന്ന് 14 ദിവസം ക്ലാസ് ഉണ്ട്.
ഈ 14 ദിവസം ക്ലാസ്സിന് എനിക്ക് അയൻടാഗ് ടിക്കറ്റ് അതിന് ടാഗസ് കാർട്ട് എടുക്കണമെങ്കിൽ, ടാഗസ് കാർട്ട് എന്ന് പറയുമ്പോൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടിക്കറ്റ് എടുക്കണമെങ്കിൽ 120 യൂറോ വേണം. 120 യൂറോ എന്ന് പറയുമ്പോൾ ഭയങ്കര, അതായത് ഒരു മാസത്തേന് ശരിക്കും 58 യൂറോയേ ഉള്ളൂ ഡേ ബൈ കാർട്ട്, അതായത് മൊണാർച്ച് കാർട്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ 38 യൂറോയേ ഉള്ളൂ. പക്ഷേ ഇതിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്ന 120 യൂറോ കൊടുത്താണ്, അതിൻ്റെ ഇരട്ടി കൊടുത്താണ് ഞാൻ എടുക്കുന്നത്. കാരണം ദിവസം കഴിഞ്ഞു പോയി. അതുകൊണ്ട് മാക്സിമം വരുമ്പോൾ തന്നെ ആരെങ്കിലും കൊണ്ട് മൊണാർച്ച് കാർട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമാണ് മോയ്സ്ചറൈസറും ലിപ് ബാമും. മോയ്സ്ചറൈസറും ലിപ് ബാമും ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കാലാവസ്ഥയിൽ ഞാൻ പറഞ്ഞു, സമ്മറിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ വിൻ്റർ സമയത്ത് സമ്മറിൽ സൺസ്ക്രീൻ വേണം. അതുകൊണ്ട് എല്ലാ സാധനം മാക്സിമം മേടിച്ചുകൊണ്ട് വരാൻ നോക്കുക. ഇവിടെ ഉണ്ട്, ഇവിടെ വലിയ വിലയൊന്നുമില്ല. നിവ്യയുടെ വലിയ ഇത്ര ഉള്ള ബോട്ടിലിനൊക്കെ 5 യൂറോ സംതിങ് ഉള്ളു, അത് വലിയ വിലയൊന്നുമല്ല. പിന്നെ ഡ്രസ്സ് മേടിച്ചിട്ടേ വരാവുള്ളൂ. ഡ്രസ്സ് ഇവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് മാക്സിമം കയറ്റാൻ പറ്റുന്ന കയറ്റുക. ചീപ്പായിട്ടുള്ള കിട്ടും, പക്ഷേ വന്ന പാടത് അന്വേഷിച്ച് തപ്പിക്കാൻ. അതെ, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാൻ ഒത്തിരി ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് മേടിക്കാമെന്ന്, അല്ലെങ്കിൽ ഇത്ര വേണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അതിൻ്റേതായൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് മസാല അങ്ങനത്തെ സാധനങ്ങളാണ് മാക്സിമം എടുക്കാൻ നോക്കേണ്ടത്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. എൻ്റെ ഹൈജീനെ പറ്റിയായിരുന്നു ഫസ്റ്റ് പീരീഡ്. ഇപ്പോൾ അത് പുതിയ ലെയർ തന്നെയായിരുന്നു. പുതിയ ലെയർ എന്ന് പറഞ്ഞാൽ പുതിയ പീരീഡായിരുന്നു, പുതിയ സബ്ജക്റ്റ് എന്നാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അതാണ് അത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേക്കാളും കുറച്ചുകൂടെ മെച്ചമുണ്ട്. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ കാര്യമായിട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്ക് വന്നതിനേക്കാളും ഫാർ ബെറ്റർ. അപ്പോൾ ഇനിയുണ്ട് ഞങ്ങൾക്ക് 2 പീരീഡ്. ആദ്യത്തെ 2 പീരീഡ് യൂട്യൂബ് ആദ്യത്തെ 2 പീരീഡ് ഹൈജീനെ പറ്റിയാണ്. ആദ്യത്തെ 2 പീരീഡ് 1.5 മണിക്കൂർ ഉച്ച വരെ. അത് കഴിഞ്ഞ് പിന്നീടുള്ള 2 പീരീഡ് ഒരു പീരീഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അങ്ങനെയാണ് സാധാരണ, അങ്ങനെയാണ് പോകുന്നത്. അതായത് രാവിലെ മുതൽ ഉച്ച വരെ ഒരു പീരീഡ്, അതായത് ഒരു സബ്ജക്റ്റ്. ഉച്ച കഴിഞ്ഞ് ഒരു സബ്ജക്റ്റ്. അങ്ങനെ, അതായത് ഒരു സബ്ജക്റ്റിൽ തന്നെ 3 മണിക്കൂർ. അങ്ങനെ 2 സബ്ജക്റ്റാണ് ഒരു ദിവസം എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ്, പുള്ളി സിറിയ എന്ന് വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷമായിട്ട് ഇവിടെ ജർമ്മനിയിലുണ്ട്. ഇപ്പോൾ പേര് പറഞ്ഞു. Hallo zusammen, mein Name ist Omran. Ich lerne Fliegeassistent diesem Jahr. Ich komme aus Syrien und ich bin 33 Jahre alt und ich wohne hier in Neukirchen. Ich bin deutsch Staatsbürger. Ich bin neu eingebürgert und das sind meine Freunde in die Schule. ഇപ്പോൾ പുള്ളിയാണ് ഞങ്ങളുടെ ഡോയ്ച്ച് ലെയർ. ഞങ്ങൾ പഠിപ്പിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പുള്ളിയോടൊന്ന് ചോദിക്കും. അപ്പോൾ പുള്ളിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിനി എൻഫൗഗേ പോകണം. എൻഫൗഗേ എന്ന് പറഞ്ഞാൽ റൈസർ സെൻറ്ററത്തിൻ്റെ പ്രൈവറ്റാന്ന് തോന്നുന്നുള്ളത്. പ്രൈവറ്റ് അല്ല, ഇവിടുത്തെ സാർവിവിൻ്റെ ഒക്കെ. അത് ഞങ്ങൾ സാർലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസ് പോലെ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലാന്ന്. അപ്പോൾ അവിടെ പോയി വോഹൻ ടാഗ് എടുക്കുക. വോഹൻ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ വോഹൻസ് കാർട്ട് അല്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു. അതെടുക്കുവാണെങ്കിൽ എനിക്ക് 25 യൂറോയ്ക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഏകദേശം 30 സംതിങ് യൂറോ വരും ഒരാഴ്ച. അതുകൊണ്ട് അത് കിട്ടുമെന്ന് നോക്കണം. പിന്നെ സ്പാർക്കാസ് എത്ര മണി വരെ? സ്പാർക്കാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാങ്കില്ലാണ്ട് നമുക്കൊരു കളി നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ സ്പാർക്കാസ് എത്ര മണി വരെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ കർച്ചീഫ് എന്നല്ല, ശരിക്കും ടിഷ്യൂവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പൊട്ടിക്കും. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ മുഖം തുടയ്ക്കുകയോ അല്ലെങ്കിൽ മൂക്ക് ചെയ്യോ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള പോലെ തുണിയുടെ ടവൽ എടുക്കരുത്. അതിവിടെ ഉപയോഗിക്കാനേ പാടില്ല. ഇത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതിന് എത്ര യൂറോ ആയിരുന്നു? 1 യൂറോ. ഈ ഒരെണ്ണത്തിനല്ല, ഇതൊരു വലിയ പാക്കറ്റ് ഞങ്ങൾ മേടിച്ച് വെച്ചേക്കുക. 20 ഒന്നുമല്ലോ, അതിൽ കൂടുതലുണ്ട്.
10-25 ഉണ്ടാവും. €1 €1.5 കണ്ടു. അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നാട്ടിൽ നിന്ന് ടവൽ എടുക്കേണ്ട കാര്യമില്ല. കൊണ്ടാന്നാലും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഇവിടെ ഹൈജീൻ അല്ല, ഹൈജീനായിട്ട് അത് അങ്ങനെ എന്താ അൺഹൈജീനിക്കാണ് അത്. അവരങ്ങനെ അത് കാണുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ച സാധനം തന്നെയല്ലേ വീണ്ടും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡോറ് തുറന്ന് കയറുകയെന്ന് വെച്ചാൽ, അതായത് ഡോറ് ഓപ്പൺ ചെയ്ത് കയറണം. ഇവിടെ എല്ലായിടത്തും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കയറുന്ന സമയത്ത് നമ്മുടെ പുറകെ ആളുണ്ടെങ്കിൽ നമ്മൾ ആ ഡോറ് തുറന്ന് പിടിക്കും. അവർ പോയി കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ അടയ്ക്കാവുള്ളൂ. അതായത് അത് ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവർ ദാങ്കേശ്വരം പറയും, അപ്പോൾ നമ്മൾ പിറ്റേശ്വരം പറയണം. എന്തൊരു സാധനം, അതായത് ഇപ്പോൾ നമുക്കൊരു പേന നിൽത്തിയാടി ഒരാൾ പേന എടുത്ത് തന്നു, അപ്പോൾ നമ്മൾ ദാങ്കേശ്വരം പറയണം. പിന്നെ അവർ നമ്മളോട് ദാങ്കേശ്വരം പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് പിറ്റേശ്വരം പറയണം. അതെല്ലാം ഒരു റെസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റുമോ അതിന്? ഒരു കൾച്ചറലായിട്ടുള്ള സംഭവമാണ്. പിന്നെ എന്താ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ അവർ ഡോറ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ ആളുണ്ട്, അവർ ഡോറ് തുറന്നു തന്നു, അപ്പോൾ നമ്മൾ ദാങ്കേശ്വരം പറയണം. ഇതെല്ലാം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടുത്തെ ഇങ്ങനെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനുസരിച്ച് പോവുകയാണെങ്കിൽ അതെന്തായാലും അനുസരിക്കണം. അങ്ങനെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അത് വേറൊരാളിപ്പോൾ ഞാൻ തുമ്മുമ്പോൾ ദീപക്ക് പറയണം എന്നോട് ഗസിൻ ഹൈറ്റ്. അത് പറയണം നിർബന്ധമൊന്നുമില്ല. അത് പിന്നെ ഇവിടുത്തെ ഇവർ എൻ്റെ അറിവിലാണെങ്കിൽ ഇവർ തുമ്മുമ്പോൾ അതിനകത്തുള്ള കീടാണുക്കൾ പോകുമ്പോൾ അത് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഹെൽത്തി ആവുകയെന്നാണെന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അതെനിക്കറിയില്ല. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല. അല്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൈ അടിച്ചു. പഞ്ചാബ് ഇതേ ഏഷ്യൻ ഷോപ്പ് ഫുഡ് പഞ്ചാബിൻ്റെ കട. ഒരു ഡോണർ മേടിക്കാൻ വന്നതാണ്. ഡോണർ കിട്ടി. ഡോണറിന് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. എത്ര? €6. ഗ്രോസിന് €6 ഉള്ളൂ. ഡോണർ എന്ന് പറയുമ്പോൾ ചിക്കനാണ് ഞങ്ങൾ മേടിച്ചത്. ഡോണർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഷവർമ്മ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു സാധനം. അത്യാവശ്യം ഒരു ഡോണർ മേടിച്ചു. പൊതിഞ്ഞ പേപ്പറിന് വലുപ്പമാണത്. അല്ല, അത്യാവശ്യം ഉണ്ട്. ഇത് എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന അന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് മേടിച്ചപ്പോൾ അന്ന് ക്ലൈന് 380-90 ഉണ്ടായിരുന്നു അല്ലേ? അന്ന് എന്തോ ഓഫറായിരുന്നു. ഒരു ദിവസം അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മേടിച്ചപ്പോൾ ഞങ്ങൾ നോയങ്കർഷനിൽ വന്ന് മേടിച്ചു. ഇവിടെ വന്ന് മേടിച്ചപ്പോൾ ഒരു ഗ്രോസിന് €6 ഉള്ളൂ. അപ്പോൾ അന്ന് ശരിക്കും 2 ക്ലൈൻ മേടിച്ചാൽ നഷ്ടമായിപ്പോയി. നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ശരിക്കും 7 or 9 അത്ര €1 എങ്ങാണ്ടാണ്. ഇവിടെ ഇതിന് വില കുറവാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കിച്ചിരിക്കുന്നു. നമ്മൾ പറയണ അവർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഹെർബ്സ്റ്റായി ഇപ്പോൾ തന്നെ ഈ മരമൊക്കെ കൊഴിഞ്ഞ് വീഴും. കണ്ടോ? എല്ലായിടത്തും നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ എൻ്റെ ക്യാമറ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരിക്കലും വണ്ടിയില്ലാന്ന് ഓർത്ത് ക്രോസ് ചെയ്യാൻ നിൽക്കരുത്, പണിപാടും. കാരണം ഇവിടെ മിക്കയിടത്തേക്ക് തന്നെ ക്യാമറയുണ്ട്. ക്യാമറ ഫൈൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഫൈൻ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഫൈൻ കിട്ടും. അതുകൊണ്ട് അവിടെ പോയി മറ്റേ സിഗ്നൽ ഉള്ളിടത്ത് മാത്രം നോക്കി ക്രോസ് ചെയ്യുക. അല്ലെങ്കിൽ വല്ല കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കാണെങ്കിൽ അത്തരം പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ പ്രശ്നമായിരിക്കും. ഇത്ര ദിവസം വെയിലില്ലായിരുന്നു. ഇപ്പോൾ വെയിൽ തുടങ്ങിയപ്പോൾ മുതുക്ക് വെയിൽ, കണ്ണടിച്ച് വേണം വെയിൽ. ഇപ്പോൾ പുറകെ നിന്നാണ് മിക്കവാറും എന്നെ കിട്ടുന്നുണ്ടാകത്തില്ല. എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അറിയാം. ഇതിലാണ് ഇതിൽ മുകളിൽ കൂടെ ഇല്ല അല്ലേ? ഉണ്ടോ? മരങ്ങൾ കാണിച്ചു തരാം. ഉണ്ടോ? എന്ത് ഭംഗിയാണ് കാണാൻ. എല്ലായിടത്തും ഇന്നലെ ഇത്രയും മഞ്ഞയില്ലായിരുന്നു. ഇന്ന് വീണ്ടും കുറച്ചുകൂടെ മഞ്ഞയായിട്ടുണ്ട്. അവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ അവിടെ കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. റെഡി ക്രോസ് ചെയ്താൽ ഒന്നെങ്കിൽ വണ്ടി ഇടിക്കും. വണ്ടി ഇടിച്ചാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ വണ്ടി ഇടിച്ചാൽ നമ്മൾ തിരിച്ചു പോകും, അത് വേറെ കാര്യം. അല്ലാണ്ട് വണ്ടി ഇടിച്ചാൽ അവരുടെ പേര് കേസ് കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ശരിയല്ലേ. അതുപോലെ മാക്സിമം ഇവിടുത്തെ റൂൾസ് എല്ലാം പാലിച്ച് തന്നെ പോകാൻ നോക്കുക, അത്രേ ഉള്ളൂ.
ഈ മരം കണ്ടോ? ഇനി ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെങ്കിൽ. ഇതേ കാണുന്ന ബിൽഡിങ് കാണത്തില്ലല്ലോ, അവിടെ എത്തണം അത്. പക്ഷെ അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നേരെ നമുക്ക് ഓപ്പോസിറ്റ്, അല്ല അതല്ല, അതിൻ്റെ കുറച്ചുകൂടെ താഴെ പോകണം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് നേരെ അതിൽ കയറിയാൽ മതിയെന്ന്, അതായത് വട്ടം കയറാമെന്നൊക്കെ തോന്നും. പക്ഷെ പറ്റത്തില്ല, റോട്ടിൽ കൂടെ കറങ്ങി ചുറ്റി വേണം പോകാൻ. മടുത്ത് ഒത്തിരി നടന്നു വന്ന് റൂമിലെത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം വേണ്ടിയാണ് ആലോചിക്കുന്നത്. രാത്രിയിലേക്ക് ഡോണർ മേടിച്ചിട്ടുണ്ട് ഇരിക്കുന്നു. ഇവരിതിൻ്റെ കൂടെ മയോണൈസൊക്കെ എക്സ്ട്രാ തന്നെ. ഇതോ മയോണൈസ് എക്സ്ട്രാ ആണല്ലോ. ഇതിപ്പോൾ ഇത് തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്. ഒരു ഗ്രോസ് എന്ന് പറയുമ്പോൾ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് രാത്രിയിലേക്ക് ചോറുണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇരുന്നേ. പിന്നെ അവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഉണ്ടാക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ നാട്ടിൽ ഷവർമ അല്ല, നമ്മുടെ നാട്ടിൽ ഷവർമ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇത് ശരിക്കും ബ്രെഡാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കൻ, പിന്നെ കുറച്ച് സാലഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച്. വീഡിയോ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ പറയാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് സമയം കിട്ടുന്ന പോലെ പറഞ്ഞു തരാം. പെട്ടെന്ന് റിപ്ലൈ ഒന്നും പ്രതീക്ഷിക്കരുത്, കുറച്ച് സമയം എടുക്കും. പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോ ഇട്ടത് ഇപ്പോൾ 1K കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.